കൽക്കട്ടയിലേക്ക് ഏകദേശം 290 കിലോമീറ്റർ ഉണ്ട്. ഒരു ദാബേല് പമ്പിനോട് ചേർന്നുള്ള ദാബേല് ചാടിക്കാൻ വേണ്ടി കയറിയതാണ്. ഈ ഇരുട്ട് നിങ്ങൾ കണ്ട, ഈ ഇരുട്ടിന്റെ പ്രത്യേകത പറഞ്ഞാൽ 6 മണിയായിട്ടുള്ളൂ. ഒരു 5 മണിക്കൊക്കെ തുടങ്ങിയാണ് ഈ ഇരുട്ട്. ഇതാനൊക്കെ ഈച്ച കടിച്ചിട്ട് Ito. Ay, ider sa ko. Okay. ഹേയ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇതിപ്പോൾ ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസമാണ് കൊൽക്കട്ടയിൽ. ഞാൻ 2 വീഡിയോ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അഫ്രീദിൻ്റെ വെർഷൻ എന്ന് പറഞ്ഞിട്ട്. അത് അവനെടുത്ത വീഡിയോ ആണ്. അപ്പോൾ അത് കണ്ടിട്ടാണ് നിങ്ങളിത് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഞങ്ങളുടെ സെറ്റപ്പ് എന്തായാലും എന്നുള്ളത്. അത് കാണാത്തവർക്ക് വേണ്ടി ഞാൻ ചെറുതായിട്ടൊന്ന് വിശദീകരിച്ച് തരാം. ഇതിനു മുമ്പായിട്ട് നിങ്ങളിപ്പോൾ കാണുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഹോൺ അടിക്കുന്ന ഒരു രംഗം കണ്ടില്ലേ? മുഴുനീളം ഇത് മാത്രമേ ഉള്ളൂ കൊൽക്കട്ടയിലെ റോഡിൽ. ഇന്നിപ്പോൾ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ കൊൽക്കട്ടയുടെ സിറ്റി ഒന്ന് ചുറ്റിക്കിറങ്ങണം. പിന്നെ ഇവിടെ അടുത്തൊരു പാർക്കുണ്ട്, പ്രിൻസപ്പ് ഘാട്ട് മോനുമെൻ്റ് എന്ന് പറയുന്നൊരു മോനുമെൻറ്റും പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു പാർക്കും ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഞങ്ങൾ വിസിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ വിദ്യാസാഗർ സേതു എന്ന് പറയുന്നൊരു വലിയ ബ്രിഡ്ജ് ഉണ്ട്, ഹൂഗ്ലി റിവറിൻ്റെ മുകളിൽ കൂടി വന്നിട്ടുള്ളൊരു ബ്രിഡ്ജ്. അപ്പോൾ അവിടെ ഞങ്ങൾ ചെറുതായിട്ടൊരു ബോട്ടിംഗ് ഒക്കെ നടത്തുന്നുണ്ട്. ബോട്ടിംഗ് അല്ല, ഉരുവിൽ വഞ്ചിയിൽ ചെറിയൊരു യാത്ര. നൈസാണ് അതൊക്കെ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. പക്ഷേ ബോട്ടിങ്ങിൻ്റെ വീഡിയോ ഞാൻ അടുത്ത സെഷനിലായിട്ടായിരിക്കും ഇടണം, ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ലെങ്ത്ത് കൂടിപ്പോവും. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങൾ എന്തൊക്കെയാണ് നടന്നത് വെച്ചെന്ന് ഞാൻ ഒരു കഥ പോലെ പറഞ്ഞുതരാം. കാരണം ഞാൻ വീഡിയോ ഒന്നും തന്നെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അഫ്രീദാണ് ഫോണിൽ ഫുൾ എടുത്തേച്ച്, ഗോപ്രോ എടുത്തേ ഇല്ല. ഞങ്ങൾ ഗോൾഡൻ ബീച്ച്, അതായത് പൂരിയിൽ നിന്ന് ഞങ്ങൾ ഷിഫാൻ്റെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞിട്ട് ആ ദിവസം ഞങ്ങൾ അവിടെ സ്റ്റേ അടിച്ച് പിറ്റേ ദിവസം ഉച്ചയൊക്കെ ആയപ്പോൾ എണീറ്റ് സ്ഥിരം റൂട്ടീൻ എന്ന പോലെ ഫുഡും കഴിച്ചിട്ട് അവിടെ നിന്ന് കൊൽക്കട്ടയിലേക്ക് യാത്ര തിരിച്ച്. എന്നിട്ട് ഞങ്ങൾ പാതിരാത്രിയായി എത്തിയപ്പോൾ പാതിരാത്രി ഞങ്ങൾ കൊൽക്കട്ടയിൽ പേരറിയാത്ത ഏതൊരു ജംഗ്ഷനിൽ വന്നെത്തി. അവിടെ നിന്ന് ഞങ്ങൾ 2 ആൾക്കാരെ പരിചയപ്പെട്ടു. അവരോട് സംസാരിച്ച് വന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് എങ്ങനെയെന്ന് വെച്ചാൽ അവർ ഓൾ ഇന്ത്യ റൈഡേഴ്സ് അസോസിയേഷൻ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ റൈഡേഴ്സ് ക്ലബിൻ്റെ ഭാരവാഹികളിൽ ഉള്ള 2 ആൾക്കാരാണ്. അപ്പോൾ അവർ നമ്മളോട് എവിടെ നിന്നാണ് വന്നത്, എങ്ങോട്ടാണ് പോകുന്നത്, എന്താ നമ്മുടെ പരിപാടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കാര്യം പറഞ്ഞു കൊടുത്തു. ഞങ്ങൾ പൂരിയിൽ നിന്നാണ് വന്നിട്ടുള്ളത്, ഞങ്ങളിപ്പോൾ എത്തിയുള്ളൂ, വളരെ ടയേർഡാണ്, ഞങ്ങൾക്കിപ്പോൾ ഒരു റൂം വേണം എന്നൊക്കെ പറയുന്നുണ്ട് അവരോട്. അങ്ങനെ അവരാണ് ഞങ്ങളെ റൂം എടുക്കാനൊക്കെ സഹായിച്ചത്. റൂമിലേക്ക് അവരാണ് ഞങ്ങളെ കൊണ്ടുപോകണം. അവർ പറഞ്ഞ റൂമാണ് ഞങ്ങളെടുത്തത്. അപ്പോൾ നമ്മുടെ കൂടെ അവർ വരുന്നൊക്കെ ഉണ്ട്. ആ വീഡിയോയുടെ രംഗങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അഫ്രീദ് വെർഷൻ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ആ ദിവസം പാതിരാത്രി ചെക്ക് ഇൻ ചെയ്ത് ഞങ്ങൾ കിടന്നുറങ്ങി. പിറ്റേ ദിവസം എണീറ്റ് അവിടെ അടുത്തുള്ള സ്ഥലങ്ങളില്ല, ഞങ്ങളുടെ വണ്ടിയുടെ ടയറിന്, അപ്പോസിൻ്റെ വണ്ടിയുടെ ടയറിന് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, ബെയറിങ്ങിൻ്റെ കംപ്ലയിൻറ്റ്. അപ്പോൾ അത് ശരിയാക്കാൻ വേണ്ടി അടുത്തുള്ള വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എവിടെയും പോകാൻ പറ്റൂലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അടുത്തുള്ള സ്ഥലത്ത് ചായ കുടിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചത് മോമോയിൽ കയറിയിട്ട് ഞങ്ങൾ മോമോസ് അടിക്കുന്നുണ്ട്. ആ ദിവസം തന്നെ രാത്രി ആ ദിവസമല്ല, രാത്രി KFC നിന്ന് അടിക്കണം. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പുള്ളിക്കാരൻ ആ ദിവസം വന്നിട്ടുണ്ടായി നമ്മളെ കാണാനായിട്ട്. പിറ്റേ ദിവസമാണല്ലോ, അപ്പോൾ ഞങ്ങളെ കാണാൻ വേണ്ടി വന്ന് ഞങ്ങളെ വേറെ ബോട്ട്സ് എടുത്തു. പുള്ളിക്കാരൻ വേണ്ട രീതിയിൽ നമ്മളെ ടേക്ക് കെയർ ചെയ്തു. വളരെ നല്ലൊരു മനുഷ്യനാണ് കേട്ടോ. നല്ലൊരു ആൾക്കാരാണ് കൊൽക്കട്ടയിൽ മിക്ക സ്ഥലത്തും ഉള്ളത്. അതായത് ശാന്തി സ്വഭാവക്കാരാണ്, വലിയൊരു
ഡൽഹിയിലൊക്കെ കണ്ടുവരുന്നവരുള്ള ആൾക്കാരല്ല. വളരെ നല്ല ശാന്തി മൈൻഡാണ് അവിടുത്തെ ആൾക്കാർക്ക്. നമ്മളൊരു നാട്ടിൽ പോകുമ്പോൾ നമ്മളറിയാത്തൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾ കൂടുതൽ നോക്കിക്കാണുന്ന കാര്യങ്ങളുണ്ടാവുമല്ലോ. ആ നാടെങ്ങനെയാണ്, ആ നാട്ടുകാരെങ്ങനെയാണ്, അവിടുത്തെ വൈബ് എങ്ങനെയാണ്, എന്താണ് അവിടുത്തെ അവസ്ഥ, അതൊക്കെ. പക്ഷേ ഈ ട്രാഫിക് റൂൾസ്, ട്രാഫിക് ജാം, ബ്ലോക്ക്, അതിൻ്റെ ഇടയിലുള്ള ഇവന്മാരുടെ പരിപാടി അത് അൺസഹിക്കബിളാണ്. നിങ്ങൾക്ക് ആ നേരത്തെയുള്ള വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായില്ലേ? ഹോണടി എന്ന് പറഞ്ഞാൽ ഹോണടിയാണ്. ഹോണടി മാത്രമേ നിങ്ങൾക്ക് മുഴുനീളം കേൾക്കാനും പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ സാധാരണ വീഡിയോയുടെ സൗണ്ടിൽ നിന്ന് കുറച്ചാണ് ഇട്ടേക്കുന്നത്, ബാക്ക്ഗ്രൗണ്ട് സൗണ്ട്. അത് നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും. അങ്ങനെ ഈ തലേ ദിവസം ഞങ്ങൾ വന്ന ദിവസത്തിൻ്റെ കിടന്നുറങ്ങിയതിൻ്റെ പിറ്റേ ദിവസം, ഇതിപ്പോൾ രണ്ടാമത്തെ ദിവസമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ ഫസ്റ്റ് ദിവസം ഞങ്ങൾ ഇതുപോലെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഞങ്ങളൊരു സന്ധ്യാ നേരമായപ്പോഴത്തേക്കും ഞങ്ങൾ നേരത്തെയുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രേംഭായിയുടെ ഗ്യാങ്ങിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കൊൽക്കട്ടയിൽ കമ്പനിക്കാരുണ്ട്. അങ്ങനെ പുള്ളിക്കാരൻ നമുക്കൊരാളുടെ നമ്പർ തന്നു. എന്നിട്ട് പറഞ്ഞ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുള്ളിക്കാരനെ വിളിച്ചാൽ മതി എന്നുള്ള സെറ്റപ്പ് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സാകേഷ് എന്ന് പറയുന്നൊരു പുള്ളിക്കാരനെ പരിചയപ്പെട്ടു. സാകേഷ് ഭായ്, ആ പുള്ളിക്കാരനാണ് ഇപ്പം ഞങ്ങളുടെ കൂടെ ഉള്ളത്. ഞങ്ങൾക്ക് ഇതൊക്കെ കാണിച്ചെന്നത്. ഈ ബ്രോയുടെ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ ഇന്നത്തെ ഉച്ചക്കുള്ള ഭക്ഷണം കഴിക്കുന്നത്. ബ്രോ മലയാളിയാണ്. മലയാളി മീൻസ് ജനിച്ചത് കേരളത്തിലാണെങ്കിലും വളർന്നതൊക്കെ ഇവിടെ ആയതുകൊണ്ട് അങ്ങനെയാണ്, ഒരു മിക്സഡാണ്. ബ്രോയുടെ ഡാഡിയും മമ്മിയും മലയാളിയാണെന്നാണ് എൻ്റെ ഒരു അറിവിൽ. ഡാഡി മലയാളിയാണെന്നറിയില്ല, മമ്മി എന്തായാലും മലയാളിയാണ്, പാലക്കാടുകാരിയാണ്. അപ്പം ഞങ്ങൾ ഇവരുടെ വീട്ടിൽ പോകുന്നുണ്ട്. ഇവരുടെ വീട്ടിൽ നിന്നാണ് ഹോംലി ഫുഡാണ് ഞങ്ങൾ ഇന്ന് കഴിച്ചിട്ടുള്ളത്. നമ്മുടെ നാടൻ വിഭവം ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റി അവിടെ നിന്ന്. അതൊക്കെ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു, അതൊരു വൈബായിരുന്നു. അപ്പോൾ ഈ തലേ ദിവസം സാകേഷ് ഭായിനെ ഞങ്ങൾ പരിചയപ്പെടുന്നു, ഞങ്ങളുടെ റൂമിലേക്ക് വിളിക്കുന്നു. അങ്ങനെ നമ്മൾ രാത്രി ഞങ്ങൾ ഒരുമിച്ച് വർത്താനമൊക്കെ പറഞ്ഞ്, സാകേഷ് ഭായിയുടെ കുറച്ച് കൂട്ടുകാരുണ്ടായി, അവരും ഞങ്ങളോടൊപ്പം വന്നിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ രാത്രി ഞങ്ങൾ ഒത്തുകൂടുന്നുണ്ട്. അങ്ങനെ ആ ദിവസം കഴിഞ്ഞ് ഇപ്പോൾ പിറ്റേ ദിവസം ഞങ്ങൾ അക്കമ്പനി ചെയ്തുകൊണ്ട് സാകേഷ് ഭായ് നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. പുള്ളിക്കാരൻ നമ്മുടെ കൂടെ ഈ വഞ്ചിയിലൊക്കെ സഞ്ചരിക്കുന്നുണ്ട്. അപ്പം നമ്മളിപ്പോൾ നേരെ പോകുന്നത് പ്രിൻസപ്പ് ഘാട്ട് മോനുമെൻ്റ് എന്ന് പറയുന്ന ഒരു മോനുമെൻ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. ഒരു പാർക്ക് സെറ്റപ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ തീരത്തുള്ള ഹൂഗ്ലി റിവറിൻ്റെ തീരത്തുള്ള ഒരു പാർക്കാണത്. അപ്പം അങ്ങോട്ടേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി, ഈ പ്രിൻസപ്പ് ഘാട്ടിലെത്തി. ഇതിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത്, ഇത് ആക്ച്വലി ഒരു സ്മാരകമാണ്. ഈ ജെയിംസ് പ്രിൻസപ്പ് എന്ന് പറയുന്ന ഒരു ഭാഷാ പണ്ഡിതനുണ്ടായിരുന്നു, ഒരു ബ്രിട്ടീഷ് ഭാഷാ പണ്ഡിതൻ. അയാളുടെ അനുസ്മരിച്ച് നിർമ്മിച്ച ഒരു സ്മാരകമാണ് ഈ പ്രിൻസപ്പ് ഘാട്ട് സ്മാരകം. പുള്ളിക്കാരൻ ഫേമസ് ആയ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ബ്രാഹ്മി ഖരോഷ്ടി എന്ന് പറയുന്ന പുരാതനമായിട്ടുള്ള ഭാരതീയ ലിപികൾ ഈ പുള്ളിക്കാരൻ ഡീക്രിപ്റ്റ് ചെയ്ത്, അതായത് വിവർത്തനം ചെയ്ത്, കൺവേർട്ട് ചെയ്ത്, അങ്ങനെയാണ് പുള്ളിക്കാരൻ ഫേമസ് ആവണം. ഈ സ്മാരകം ഒരു ഗ്രീക്ക് ഗോത്തിക് സ്റ്റൈലിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അതായത് ഒരു യൂറോപ്യൻ സ്റ്റൈലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ ഒന്നാമത് ഇതൊരു നദിയുടെ തീരത്തായതുകൊണ്ട് തന്നെ വളരെ സമാധാനപരമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് അവിടെ നിലകൊള്ളണം. അവിടെ നമ്മുടെ നാട്ടിലെ പാർക്ക് പോലെ തന്നെ ആൾക്കാർ ജോഗിങ്ങിനും അതേപോലെ ജസ്റ്റ് ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഒത്തുകൂടാനൊക്കെ ആയിട്ട് സ്ഥിരം വരും. പിന്നെ ഈ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫിയൊക്കെ ചെയ്യുന്ന ആൾക്കാരും സ്ഥിരം എടുക്കുന്നൊരു നല്ല ഫ്രെയിമുള്ളൊരു സ്ഥലമാണ് ഈ പറയണ പ്രിൻസപ്പ് ഘാട്ട് മോനുമെൻറ്റ്. 1841 ഈ സ്മാരകം നിർമ്മിച്ചത്. പിന്നെ ഈ സ്ഥലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പണ്ടത്തെ കാലത്തെ നദീ ഗതാഗതത്തിനും വ്യാപാരത്തിനും പേരുകേട്ട ഒരു വലിയ ജെട്ടിയായിരുന്നു ഈ പറയുന്ന സ്ഥലം. പിന്നെ ഇതിപ്പോൾ മെയിനായിട്ട് കൊൽക്കത്ത മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ കീഴിലാണ്. അവരാണ് ഇപ്പോൾ മെയിനായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. പിന്നെ ഇവിടെ പല രീതിയിലുള്ള ഔദ്യോഗിക പരിപാടിയും നടക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാനായിട്ടുള്ളത്.
അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഞങ്ങളൊരു ബോട്ടിംഗ് ഒക്കെ നടത്തുന്നുണ്ട്. അതൊക്കെ അടുത്ത വീഡിയോയിൽ വിശദീകരിച്ച് കാണിച്ചും പറഞ്ഞൊക്കെ തരാം. അപ്പോൾ തൽക്കാലം നിങ്ങൾ ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ ഓക്കെ, ബായ്. പിള്ളേര് നടക്കുന്നതുകൊണ്ട് പിടിച്ചിട്ടുണ്ട്.